പ്രിയ സ്നേഹിതരെ, നാൽക്കവലകൾ നമ്മൾ ഒരുപാട് അപായ സൂചനകൾ കാണാറുണ്ട്. അതൊക്കെ മുന്നറിയിപ്പുകളാണ്. ഇപ്പോൾ നമ്മൾ അത്തേക്ക് സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിലാണെന്ന് ഓർമ്മിപ്പിക്കുന്ന മുന്നറിയിപ്പുകൾ. അത് ഗവനിക്കാതെ മുന്നോട്ട് പോകുന്നവർ അപകടങ്ങൾ ക്ഷണിച്ചു വരുന്ന മോഷന്മാരായി മാറും. ആത്മീയ കാര്യങ്ങളിൽ ദൈവം ചില അപായ സൂചന തരാറുണ്ടെന്നേ. സന്ധ്യാപാതം നിലയ്ക്കുമ്പോൾ, ദേവാലയ ബലികൾ മുടങ്ങുമ്പോൾ, ബൈബിൾ വിചിന്തനങ്ങൾ ഇല്ലാതെയാകുമ്പോൾ, പകയും വിരോധവും ഉള്ളിൽ വളരുമ്പോൾ, അരുതാത്ത ദുർവിചാരങ്ങൾ മനസ്സിൽ നിറയുമ്പോഴൊക്കെ വരാനിരിക്കുന്ന ദുരന്തത്തിന് മുന്നോടിയായി അവിടെ നൽകുന്ന ചില അടയാളങ്ങളുണ്ട്. അത് തിരിച്ചറിയാൻ സദാ ജാഗ്രതയോടൊരു ഹൃദയം തരണമെന്ന് പ്രാർത്ഥിക്കുക. മുന്നറിയിപ്പുകളെ ഗൗരവത്തിലെടുക്കേണ്ട കാലം കൂടിയാണിത്. ബൈബിളിലുണ്ട് ഒരുപാട് മുന്നറിയിപ്പുകൾ. സ്വപ്നത്തിലെ താക്കീതിൻ്റെ സ്വരം കേട്ടിട്ടാണ് ജോസഫ് എന്ന തച്ചൻ തൻ്റെ ഭാര്യയും കുഞ്ഞുമായി ഈജിപ്തിലേക്ക് പലായനം ചെയ്തത്. പൂജാരാജക്കന്മാർക്കും ഹെറോദസിനടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന സ്വപ്നത്തിലുണ്ടായ മുന്നറിയിപ്പാണ് വഴിമാറി തിരികെ പോകുവാൻ കാരണമായത്. ഓർക്കണം, ദൈവം താക്കീത് തരുന്നത് അപകട ദുരന്തം ഒഴിവാക്കാനാണെന്ന്. കായൽ ആബേലിൻ്റെ ഘാതകനാകുന്നതിന് മുമ്പേ ദൈവം അവന് താക്കീത് കൊടുത്തു. പാപം നിന്റെ പടിവാതിക്കൽ കാത്തിരിക്കുന്നു. പ്രളയമഴയ്ക്ക് മുമ്പേ നോഹയ്ക്കും പെട്ടകം പണിയാനുള്ള മുൻവിളി കിട്ടുന്നുണ്ട്. സോദോമിനെയും ഗൊമോരയെയും അഗ്നിമഴയും നശിപ്പിക്കുന്നതിന് മുമ്പ് ലോത്തിനും കുടുംബത്തിനും താക്കീത് കൊടുക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ആദ്യ രാജാവ് സാവൂൾ അഹന്തയും അസൂയയും നിറഞ്ഞവനായപ്പോൾ ജീവിതത്തിൽ തെളിഞ്ഞ അപായ സൂചന കാണാൻ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവദൃഷ്ടിയിൽ നിന്ന് അവൻ തിരസ്കൃതനായി. എന്ന ദാവീദ് രാജാവ് നഥാൻ പ്രവാചകരുടെ ഇടിമുഴക്കമുള്ള താക്കീത് സ്വീകരിച്ച് അനുതപിച്ചതുകൊണ്ട് സ്വീകാര്യനായി. യോനാ പ്രവാചകരുടെ ഉണ്ടായ ശിക്ഷാവധിയുടെ സ്വരം കേട്ട് നിനവെ നിവാസികൾ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. യൂദാസിനും പത്രോസിനും അവരുടെ ഇടർച്ചയ്ക്ക് മുമ്പേ സൂചനകൾ കൊടുക്കുന്നവനാണ് ക്രിസ്തു. അതെ, ബൈബിളിൽ ഒരുപാട് അപായ സൂചനകളുണ്ട്, മുന്നറിയിപ്പുകളുണ്ട്. ജീവിതത്തിലും ദൈവം തരും ചില മുന്നറിയിപ്പുകൾ. വലിയ ദുരന്തത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള താക്കീതാണത്. ആത്മീയ ജീവിതത്തിൽ നാം അപകടത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നുവെന്ന മുന്നറിയിപ്പാണത്. അതിനെ ശ്രദ്ധിക്കാൻ, ഗവനിക്കാൻ, ജീവിതത്തെ തിരുത്താൻ, അങ്ങനെ അവൻ്റെ നന്മയുടെ വഴിയിലേക്ക് പിന്തിരിഞ്ഞ് മടങ്ങാൻ കൃപയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. ആമേൻ.